ഇന്നത്തെ ഈ വീഡിയോ സാറ്റലൈറ്റ് മീറ്ററിനെ കുറിച്ചുള്ള വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ SF720 എന്ന സോളിഡിൻ്റെ മീറ്ററിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ www.solid.sail എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്ന ഒരു മീറ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് LMB സ്വിച്ച്, അതേപോലെ സാറ്റലൈറ്റ് മീറ്ററുകൾ. ഇതിനൊക്കെ വാറണ്ടി ഇപ്പോൾ നിലവിൽ ഇല്ല എന്നത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിയുന്നതും ചെറിയ ചെറിയ റിപ്പയറുകളാണെങ്കിൽ നിങ്ങൾ സ്വയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കമ്പനി പ്രോഡക്റ്റ് എവിടെ നിന്ന് ലഭിക്കുമോ അവിടെ നിന്ന് നിങ്ങൾ വാങ്ങുക. ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അടുത്ത കാലത്ത് മേടിച്ചൊരു മീറ്ററാണ്. ഇത് സ്വിച്ച് ഓൺ ആവുന്നില്ല. ഞാൻ നല്ലപോലെ കവർ ചെയ്ത് വളരെ വെള്ളമോ അല്ലെങ്കിൽ ഈർപ്പമോ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കവറൊക്കെ ചെയ്തിട്ട് വളരെ സൂക്ഷിച്ചിട്ട് ഉപയോഗിക്കുന്നൊരു മീറ്ററാണ്. പക്ഷേ എന്നാലും ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ, ഇത് ഒരു വർഷമൊന്നും ഇതിനായിട്ടില്ല, എന്തായാലും സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓൺ ആവുന്നില്ല എന്നതാണ് അതിൻ്റെ വിഷയം. മീറ്റർ ഒരു തരത്തിലും നമുക്ക് ഓണായി കിട്ടുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കവറൊന്ന് അഴിച്ചു നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ 2000 mAh ബാറ്ററി പവർ, 12 വോൾട്ട് പവർ ഉണ്ട് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വാറണ്ടി സീലുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ സൈഡിലും വാറണ്ടി സീല്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, കട്ടായി കഴിഞ്ഞാൽ വാറണ്ടി ലഭിക്കില്ല എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാം. 2000 mAh ബാറ്ററി. ഇനി ഇത് അഴിച്ച് നോക്കി ഇതിൻ്റെ ബാറ്ററി ഫ്ലാഷ് ലൈറ്റ് കുറച്ചടിക്കുന്നുണ്ട്, എന്നാലും കാണാൻ പറ്റും 1400 mAh ആണ് ഇതിൻ്റെ മേലെ എഴുതിയിട്ടുള്ളത്. 2000 mAh ആണ് ബാറ്ററി പവർ എന്ന് പുറത്ത് എഴുതിയിട്ടുണ്ട്. സീലും ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇത് തുറന്നപ്പോൾ നമുക്കിതിനകത്ത് കാണുന്നത് 1400 mAh ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായിട്ടുള്ള എത്രയാണ് ഇതിനകത്ത് പവർ ഉള്ളതെന്ന് അറിയില്ല. ഇതിൻ്റെ സ്ക്രൂ, ഈ എല്ലാ സ്ക്രൂകളും നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. എല്ലാ സ്ക്രൂകളും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കാണുന്നത്. ഇതുപോലെയാണ്. പല ആൾക്കാരും ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് എന്ന് പറയാറുണ്ട്. ഏതായാലും ഇതിൻ്റെ LED ബൾബ് നിങ്ങൾ കണ്ടു. ഇതിനകത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടൊരു LED ബൾബ് കണ്ടു. അതിൻ്റെ വയർ റിമൂവ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വിച്ചിലേക്ക് വരുന്ന കണക്ഷൻ ഇതുപോലെയാണ് ഉള്ളത്. ഈ സ്വിച്ച് കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാറ്ററിയുടെ ആദ്യം റിമൂവ് ചെയ്തു. കവർ ഊരുന്നതോടൊപ്പം തന്നെ ബാറ്ററിയുടെ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ കവർ അഴിച്ചു. ഇനി നമുക്ക് ഇതും കൂടി റിമൂവ് ചെയ്തു. ഇപ്പോൾ സ്വിച്ചിൻ്റെ സൈഡിൽ ചെറിയൊരു ലോക്ക് ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ ചെറിയ ഒരു സ്വിച്ചാണ് ഇതിന് വരുന്നത്. ഇതുപോലുള്ള സ്വിച്ച് നമുക്ക് 5 രൂപയ്ക്ക് വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് 12 വോൾട്ട് സപ്ലൈ വരുന്ന ബാറ്ററിയുടെ പോർട്ടും നമുക്ക് ചെറിയൊരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ബാറ്ററി കണക്ട് ചെയ്തു. ഇനി മൾട്ടിമീറ്റർ ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരത്തെ
റിമൂവ് ചെയ്യുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക. ഷോർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചെമ്പ് കമ്പി ഉപയോഗിച്ച് ജസ്റ്റ് കെട്ടി കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓണായി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ജസ്റ്റ് ആ സ്വിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ആയി കിട്ടുന്നതാണ്. ഇത് ഞാൻ സ്വിച്ച് മാറ്റി വീണ്ടും അതേപോലെ കവർ ചെയ്തു. ഇതിന് ആ സ്വിച്ചിൻ്റെ കംപ്ലൈൻറ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.